തന്ത്രി ഒരു കള്ളനാണ് എന്നുള്ള കാര്യം നമ്മൾ തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ആദ്യമായിട്ട് പറയുന്നത്. അല്ല, ഈ തന്ത്രി കുടുംബം എന്ന് പറയുന്നത് അവരെ പടിയടച്ച് പിണ്ടം വെക്കണം ശബരിമലയിൽ എന്നുള്ള ഈ പ്രയം ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുന്നത്. ശരിക്കും മലയരയർക്ക് അവകാശപ്പെട്ടതാണ് ഈ തന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്. അവരായിരുന്നു അവിടുത്തെ ഈ പൂജാകർമ്മങ്ങളെല്ലാം നടത്തിയിരുന്നത്. അത് ചരിത്രം പറയുന്നൊരു കാര്യമാണ്. ആദ്യത്തെ പൂജാരി എന്ന് പറയുന്നത് ചരിത്രം പറയുന്നത് കരിമല അരയനാണ്. രണ്ടാമത്തെ പൂജാരി എന്ന് പറയുന്നത് കാൽനാനി അരയനാണ്. മൂന്നാമത്തെ പൂജാരി കോർമന അരയനാണ്. അതിനുശേഷമാണ് 1902 മുതൽ താഴ്മൺ കുടുംബം ശബരിമല അയ്യപ്പൻ്റെ പൂജാരിയായിട്ട് വരുന്നത്. ഈ ഇവന്മാരെ പേര് തന്നെ കണ്ടിട്ടുണ്ടോ? രാജീവര്, മോഹനര്, ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയുക, തമിഴിൽ മുടിക്ക് പറയുന്ന മയിര് എന്നാണ് പറയേണ്ടത് ഇവന്മാരെയൊക്കെ. സത്യം പറഞ്ഞു, താഴ്മൺ കുടുംബത്തെ, ഈ കണ്ടൊരു കുടുംബത്തെ ശബരിമലയിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കുക തന്നെയാണ് വേണ്ടത്. രാജഭായ് നമസ്കാരം. നമസ്കാരം. രാജഭായ്, തന്ത്രി ഒരു കള്ളനാണ് എന്നുള്ള കാര്യം നമ്മൾ തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ആദ്യമായിട്ട് പറയുന്നത്. എനിക്കൊന്ന് ഇപ്പോൾ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഈ വിവരം പറഞ്ഞിട്ട്. പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രതിപക്ഷം ഉൾപ്പെടെ. ഇന്നലെ പ്രതിപക്ഷം അതിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം വരെ ഏറ്റിട്ടുണ്ട്. മാധ്യമങ്ങൾക്കും വിമർശനം കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥ പ്രതികളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോകാനായിട്ടുള്ളൊരു ശ്രമം മാധ്യമങ്ങളും ചില പ്രതിപക്ഷ കക്ഷികളൊക്കെ നടത്തിയെന്നുള്ളൊരു വാസ്തവമാണ്. ഇന്ന് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? അല്ല, ഈ തന്ത്രി കുടുംബം എന്ന് പറയുന്നത് അവരെ പടിയടച്ച് പിണ്ടം വെക്കണം ശബരിമലയിൽ എന്നുള്ള ഈ പ്രയം ശരിക്കും തന്ത്രി കുടുംബം, ഈ താഴ്മൺ കുടുംബം ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുന്നത്. ശരിക്കും മലയരയർക്ക് അവകാശപ്പെട്ടതാണ് ഈ തന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്. അവരായിരുന്നു അവിടുത്തെ ഈ പൂജാകർമ്മങ്ങളെല്ലാം നടത്തിയിരുന്നത്. അത് ചരിത്രം പറയുന്നൊരു കാര്യമാണ്. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ സവർണ്ണ മനോഭാവം വെച്ച് നിൽക്കുന്നവർ. ആ സവർണ്ണ മനോഭാവമാണല്ലോ തന്ത്രി കുടുംബവുമായിട്ട്, താഴ്മൺ കുടുംബവുമായിട്ട് ബന്ധമുള്ളതാണ് രാഹുൽ ഈശ്വർ. ഈ രാഹുൽ ഈശ്വറിന് എന്തായിരുന്നു ജയിലിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്നത്? കീഴ്ജാതിക്കാരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കത്തില്ല എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം. വിശന്നപ്പോൾ അവൻ ഏത് കീഴ്ജാതിക്കാരുണ്ടാക്കിയതും കഴിക്കാം. അത് ഇതായി. ഈ തന്ത്രി കുടുംബത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇവൻ ജയിലിൽ പോയത് ആരാണ്ടുണ്ടാക്കിയ ഗർഭത്തിൻ്റെ പേര് വെറും വൃത്തികേടുകളെല്ലാം വിളിച്ചു പറഞ്ഞിട്ട്, അതായത് വിവരക്കേടിൻ്റെ പേരിൽ ജയിലിൽ പോകുന്ന, ബുദ്ധിയില്ലാത്തതിൻ്റെ പേരിൽ ജയിലിൽ പോകുന്ന ആദ്യത്തെ ആളാണ് അവൻ. ജയിലടച്ച ജഡ്ജിക്കെതിരെ കേസെടുക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് അന്വേഷിക്കണം. കാരണം എന്ന് വെച്ചാൽ ഒരാൾക്ക് ബുദ്ധിയില്ലാത്തത് ഒരു കുറ്റമാണെന്ന് ആദ്യമായിട്ടാണ് ഒരു കോടതി കണ്ടെത്തുന്നത്. അതിന് പിടിച്ച് റിമാൻഡ് ചെയ്തു. പക്ഷേ ഇവൻ്റെ അമ്മാവന്മാരാണ് ഈ 2 എണ്ണം. ഈ കണ്ടൊരു മോഹനരെന്ന് പറയുന്നവൻ പെണ്ണ് പിടിക്കാൻ പോയിട്ട് ജയിലിൽ പോയി. കണ്ടന് രാജീവരും ഇപ്പോൾ കക്കാൻ പോയിട്ട് അയ്യപ്പൻ്റെ മുതൽ കക്കാൻ പോയിട്ട് ഇതാക്കുന്നത്. കണ്ടൊരു മഹേശ്വരർ അയാൾ എന്തെങ്കിലും ചെയ്തിരുന്നോ എന്നറിയത്തില്ല. എന്തായാലും മരിച്ചുപോയി. അതുകൊണ്ട് പാവമാണോ അല്ലേ എന്നുള്ളത് ഞാൻ പറയാൻ പറ്റുന്നില്ല. മരിച്ചുപോയ ആളെക്കുറിച്ച് പറയുന്നില്ല. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് ശബരിമലയുടെ ശാപമാണ്. അവരവിടെ ഇവിടെയൊക്കെ കൈവച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ശുദ്ധികലശം നടത്തണം. പണ്ട് മേഴ്സി രവി ഗുരുവായൂരമ്പലത്തിൽ പോയപ്പോൾ ശുദ്ധികലശം നടത്തിയതുപോലെ അത് പുണ്യാഹം തളിക്കാനൊക്കെ നിന്നു. അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. രാജൻ ജോസഫ് കയറിയതാ ഗുരുവായൂരമ്പലത്തിനകത്തും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും. എന്നാൽ പിന്നെ ഇപ്പോൾ ഇവന്മാരെല്ലാം കൂടെ പോയിട്ട് അവിടെ പുണ്യാഹം തളിക്കട്ടെ. പൂണൂലൊന്നും അല്ല, ഷർട്ട് ഊരിട്ടാണല്ലോ അതിനകത്ത് കയറുന്നുണ്ട്. ഞാൻ കൂളായിട്ട് കയറി. ഗുരുവായൂരമ്പലത്തിലും കയറി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കയറിയിട്ടുണ്ട്. അത് ഇത്ര പ്രശസ്തനായിരുന്നില്ലേ? ഇപ്പോഴും പ്രശസ്തനല്ല, ഇപ്പോഴും കുപ്രസിദ്ധിയാണ് ഉള്ളത്. ഓക്കെ, ഞാൻ കയറിയിട്ടുണ്ട് ഇതിനകത്തൊക്കെ. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് വെല്ലുവിളിക്കാനൊന്നുമല്ല, എനിക്ക് കാണാൻ. അതുകൊണ്ട് ഒരു പുണ്യാഹം തളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ എത്ര രാജൻ ജോസഫ്മാർ കയറുന്നു, എത്ര അബ്ദുള്ളമാർ കയറുന്നുണ്ടാവും കാണാനുള്ള ആഗ്രഹം കൊണ്ട്. മേഴ്സി രവി 4 പേരെ അറിയുന്നതായതുകൊണ്ട് പുണ്യാഹം തളിച്ചു. യേശുദാസിന് 4 പേരെ അറിയുന്നതായതുകൊണ്ട് കയറാൻ തടസ്സം വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട, നമ്മളെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷേ ഈ താഴ്മൺ കുടുംബത്തിലെ ഈ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തൻ ശോഭാജോണിൻ്റെ അടുത്ത് ഫ്ലാറ്റിൽ പെണ്ണ് പിടിക്കാൻ പോയിട്ടാണ് മോഹനത്. മറ്റവൻ രാജീവർ ഇപ്പം സ്വർണം കെട്ടിട്ട് അനന്തരവനാണെങ്കിൽ എന്തിനോ വേണ്ട ജയിലിൽ പോയി. എന്തിനാണെന്ന് അവനും അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ഈ സേവ് ഹമാസ് എന്ന് പറഞ്ഞിട്ട് റാലി മറ്റൊരു നടത്തിയ പോലെ തന്നെ സേവ് ശബരിമല എന്ന് പറഞ്ഞ എലാസ്റ്റിക് കിട്ട് നടക്കുന്നത് ഇവൻ ആദ്യം ചെയ്യേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ എഴുതി വെക്കണം, ഗെറ്റ് ഔട്ട് അങ്കിൾസ് സേവ് ശബരിമല. അത് മാത്രം ചെയ്താൽ മതി. അവൻ്റെ അങ്കിൾമാർക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യണം. അവൻ്റെ മാമന്മാരാണല്ലോ. എൻ്റെ മാമന്മാരെ ശബരിമലയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കണം, ശബരിമലയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ ഈശ്വരൻ നാളത്തോട്ട് വരേണ്ടത്. അവൻ്റെ മുദ്രാവാക്യം ആത്മാർത്ഥമാണെങ്കിൽ. അപ്പം ജെട്ടിയുടെ മേളിൽ അമ്മാമാർ 2 പേരെ മുഖം കൂടെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് സ്റ്റിക്കറും കൂടെ വെച്ചിട്ട് എന്നിട്ട് ലുട്ടാപ്പി അവമാനിക്കരുത്. അപ്പോൾ ലുട്ടാപ്പി എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, നമ്മളെ റഹീം സഖാവ് വരുന്ന പുള്ളിയെ പറഞ്ഞതാണ് പാവം. ഇതൊക്കെ എന്താണെന്നറിയോ? ഈ രാഹുൽ ഈശ്വറൊക്കെ ഇനിയിപ്പോൾ എന്ത് പറയുന്നുള്ളതാ? ഒരു കുഞ്ഞിനെ ഭ്രൂണഹത്യ എന്ന് പറഞ്ഞാൽ സാധാരണ ഭ്രൂണഹത്യയല്ല നടത്തിയത്. 3 മാസം കഴിഞ്ഞൊരു കുഞ്ഞിനെ ഭ്രൂണഹത്യ നടത്തിയത് അതിനെ പ്രസവിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഭ്രൂണഹത്യ. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് പീസാക്കിയിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞ ഒരുത്തിന് വേണ്ടിയിട്ടാണ് ഈ രാഹുൽ ഈശ്വരൻ വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. ഞാൻ തികഞ്ഞ ബോധ്യത്തോടെയും തികഞ്ഞ ഉറപ്പോടും കൂടിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ സോഴ്സിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, തികഞ്ഞ ബോധ്യത്തോടെ ജീവനോടെ പുറത്തേക്ക് വരുന്ന വേറൊരു വിഷയമായിട്ട് വലിയൊരു വിഷയമായിട്ട് എടുക്കേണ്ടത്. കട്ട് ചെയ്ത് പീസാക്കിയിട്ട് ഫ്ലഷ് ചെയ്തതിനകത്ത് ഒരുതരം ഉന്മാദ നൃത്തവും ആഹ്ലാദവും കണ്ടെത്തിയ ഒരു
പിന്നെ വൃത്തികെട്ട നരാധമനായ ഒരു മനുഷ്യന് വേണ്ടി സംസാരിച്ചവനാണ് രാഹുൽ ഈശ്വർ. ആ രാഹുൽ ഈശ്വറിൻ്റെ മാമന അകത്ത് പോയി കിടക്കട്ടെ ഇവനൊക്കെ. അത് മാത്രമല്ല, ഇതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ സിബി ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പിനും ഇതിനൊന്നും ജാതിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുമാരനാശാൻ്റെ പേരിൽ ആണല്ലോ ശ്രീനാരായണ ഗുരുവും കുമാരനാശാനായിരുന്നു SNDPയുടെ ആദ്യത്തെ തലപ്പത്തിരുന്നത്. അതിലാണ് വെള്ളാപ്പള്ളി ഇരിക്കുന്നത്. വെള്ളാപ്പള്ളി ഇവിടെ പരമത വിദ്വേഷം പിന്നെ വർഗീയതയും പറയുന്നുണ്ട്. ഒന്നാം നമ്പറിൽ കാറി കയറി അടന്നിട്ട് വർഗീയത പറയാൻ പറ്റിയ കേരളത്തിലെ ആദ്യത്തെ ആളാണ്. ഒന്നാം നമ്പറിൽ കാറി സഞ്ചരിച്ചിട്ടുള്ളത് EMS തൊട്ട് PKV തൊട്ട് R ശങ്കർ തൊട്ട് പിന്നെ AK ആന്റണി, K കരുണാകരൻ, EK നായനാർ, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി എല്ലാവരും സഞ്ചരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ സഞ്ചരിച്ചവരാരും ഇങ്ങനത്തെ വർഗീയതയും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഒരുത്തം പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കുമാരനാശാൻ്റെ ആഭിമുഖ്യം ബുദ്ധമതത്തോടായിരുന്നു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ. കാരണം ചണ്ടാലഭിഷുകി എന്നുള്ള കവിത തന്നെ എടുത്താൽ മതി. ചണ്ടാലഭിഷുകി എന്ന കവിത ശരിക്കും പറഞ്ഞാൽ ബുദ്ധ ഭിക്ഷുവിൻ്റെ കഥയാണ് പിന്നെ ആ കവിതയ്ക്കകത്ത് പറയുന്നത്. അപ്പം ഒരു പിന്നെ ചണ്ടാല യുവതിയോട്, അതായത് കീഴാള ജാതിയിൽപ്പെട്ട യുവതിയോട് വെള്ളം ചോദിക്കുമ്പോൾ നിങ്ങൾ ഉന്നത കുല ജാതരല്ലേ, നിങ്ങൾക്ക് എൻ്റെ വെള്ളം പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ തന്നെയാണ് ഞാൻ ചണ്ടാലഭിഷുകിയിലെ ഈ പിന്നെ ജാതീയതയുടെയും ഐത്തത്തിൻ്റെയും പിന്നെ അസ്പർശ്യതയുടെയും ഒക്കെ ഒരു പിന്നെ യുക്തിരാഹിത്യം സൂചിപ്പിക്കുകയാണ്. ദാഹിക്കുന്നു ഭഗിനി കൃപാര സമോഹനം കുളിർ തണ്ണീര് ദാശു നീ. വെള്ളത്തിൽ എനിക്ക് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം വേണമെന്ന്. അങ്ങനെ ദാഹജലത്തിന് ചോദിക്കുന്ന ബുദ്ധഭിക്ഷുവിനോട് ഈ ചണ്ടാല യുവതി പറയുന്നത്, അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ. പ്രയാസം കൊണ്ട് നിങ്ങൾ ജാതിയൊക്കെ മറന്നുപോയത് എന്ത് കഷ്ടമായിരുന്നു. ഞാൻ വേറെ ജാതിക്കാരിയല്ല, എൻ്റെ അടുത്താണോ വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പം ഈ മാതങ്കി എന്ന് പറയുന്ന ചണ്ടാല സ്ത്രീക്ക് ഇദ്ദേഹം കൊടുക്കുന്ന മറുപടി, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. നിൻ്റെ ജാതി ഞാൻ ചോദിച്ചില്ല, ഞാൻ ഇച്ചിരി വെള്ളമാണ് ചോദിക്കുന്നത്, കുടിവെള്ളമാണ് ചോദിക്കുന്നത്. അവിടെ വെള്ളത്തിനും ഭക്ഷണത്തിനും പിന്നെ ജാതിയില്ല എന്ന് ആണ് വരുന്നത്. മാത്രമല്ല മറ്റൊരു പിന്നെ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം, ഏതു മതക്കാരൻ എന്നല്ല പ്രശ്നം, എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് വരികളുണ്ട്. അല്ല, അത് പിന്നെ KM ഷാജി ഇവരൊക്കെ പിന്നെ ഇടയ്ക്ക് പറഞ്ഞതാ. പുള്ളി MDMA എങ്ങനെ എവിടെന്നെങ്കിലും ആരെങ്കിലും ചൂങ്ങിക്കാന്ന് പറഞ്ഞ് കൊടുത്തായിരിക്കും വായിലിട്ട് കാണുമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുമാരനാശാന്റെ മണ്ണാണിത്. അപ്പം അവിടെ ഇവന്മാർക്ക് ഈ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഇപ്പം വിശന്നപ്പോൾ കഴിച്ചു ഇവനും. പക്ഷെ ഇവന്മാർക്ക് പെണ്ണ് പിടിക്കുന്നതിനകത്ത് അയിത്തൂരില്ലോ, പണ്ടുമില്ലല്ലോ. ഇവിടെ ഈ മലയരയന്മാരെയും ശബരിമലയും ഉള്ള സംവിധാനവുമായിട്ട് പോകുന്ന കാലഘട്ടത്തിൽ അന്ന് ഈ താഴ്മണം കുടുംബത്തിൽപ്പെട്ട വൃത്തികെട്ടന്മാരെയൊക്കെ പരിപാടി എന്തായിരുന്നു? അവന്മാർ അന്ന് ഈ ചൂട്ടുകറ്റയും കത്തിച്ച് വല്ല നായന്മാരുടെ വീട്ടിലും മറ്റവരുടെ വീട്ടിലും പെണ്ണ് പിടിക്കാൻ പോകുമായിരുന്നു. അതുകൊണ്ടാണല്ലോ ചണ്ടാലി തന്മയ്യു ദിജ്ജൻ്റെ ബീജ പിണ്ടത്തുനുഷരമാണോ എന്ന് ചോദിക്കുന്നത്. ചണ്ടാല യുവതിയുടെ വാക്യം അവർ അയിത്തമാണ്. കണ്ടാൽ തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, മുമ്പിൽ കൂടെ പോകാൻ പാടില്ല, രാത്രിയാകുമ്പോൾ ഒരുമിച്ച് കിടക്കാം, ഒരു വേർപ്പിൽ കുളിക്കാം, ഒരുമിച്ച് കിടപ്പുറ പങ്കിടാം. അപ്പം അതിന് പറ്റും, പകൽ ദൃഷ്ടിയിൽ പെടാൻ പാടില്ല. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക. അപ്പോൾ സെക്സിനകത്ത് ഇവർക്ക് ഇൻ്റർകോഴ്സിലേക്ക് പോകുമ്പോൾ ഈ അയിത്തം ഇല്ല, ബാക്കിയുള്ളതിനെല്ലാം അയിത്തമാണ്. അപ്പോൾ അങ്ങനെയാണ് കീഴാള ജനതയോട് നിന്നിരുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് ശബരിമല പൂജാരിമാരുടെ ലിസ്റ്റ് ചരിത്രപരമായിട്ട് എടുത്ത് പരിശോധിക്കുമ്പം ആദ്യത്തെ പൂജാരി എന്ന് പറയുന്നത് ചരിത്രം പറയുന്നത് കരിമല അരയനാണ്. രണ്ടാമത്തെ പൂജാരി എന്ന് പറയുന്നത് കാൾനാനി അരയനാണ്. മൂന്നാമത്തെ പൂജാരി കോർമന അരയനാണ്. അതിന് ശേഷമാണ് 1902 മുതൽ താഴ്മൺ കുടുംബം ശബരിമല അയ്യപ്പൻ്റെ പൂജാരിയായിട്ട് വരുന്നത്. ഇത് തെളിയിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് കേവലം ഐതിഹ്യമായി കാണാൻ പറ്റില്ല, അത് ചരിത്രമായിട്ട് തന്നെ കാണേണ്ടി വരും. കാരണം അന്നത്തെ കാലത്ത് ഈ വന്യമൃഗങ്ങളുള്ള ഈ കാട്ടിനകത്ത് കിലോമീറ്ററുകൾ ഉള്ളിൽ പോയിട്ട് ഇപ്പം അതൊക്കെ ഒരു നഗര സ്വഭാവത്തിലേക്ക് എത്തിയെന്ന് പറയാം. കാരണം ഈ റോഡും കാര്യങ്ങളും എല്ലാം കൂടെ വന്ന് വികസനവും കാര്യങ്ങളും എല്ലാം കൂടെ വന്നിട്ട് ഇത് കാടല്ലാതായി മാറി. മറ്റേന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് സ്വാമിയായിട്ട് പോകുന്നവൻ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. മിക്കവാറും പുലിയും നരിയൊക്കെ പിടിച്ചു കൊണ്ടുപോവുക. അങ്ങനെ പോകുന്ന ഹജ്ജിന് പോകുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഇതൊക്കെ തിരിച്ചു വന്നാൽ വന്നു, ഇല്ലെങ്കിൽ അതൊരു പുണ്യമരണമായിട്ട് ആക്കപ്പെടുക. അന്നത്തെ കാലത്ത് ഈ താഴ്മൺ കുടുംബം എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ബ്രാഹ്മണിക്കൽ പിന്നെ ഹെർമണിയുള്ള കാലത്ത് അങ്ങനത്തെ കാലത്തൊന്നും ഇവന്മാർ കാട്ടിപ്പോയിട്ട് അമ്പലം ഉണ്ടാക്കാൻ നിൽക്കുകയല്ലേ പൂജിക്കാൻ, റിസ്ക് എടുത്തിട്ട്. ഏത് ഇവിടെ വീഞ്ഞും പെണ്ണും പിന്നെ മറ്റേതുമായിട്ട് ഇങ്ങനെ നിന്ന് പിന്നെ കഥകളിയും കണ്ട് ഈ കുടവേറും വീർപ്പിച്ച് നടക്കുക എന്നല്ലാതെ മേലാണെങ്കിൽ കാട്ടിപ്പോവായിരുന്നു അവന്മാരെ നടന്ന്. വണ്ടിയൊന്നും പോകത്തില്ലല്ലോ. ഇവരെ രഥത്തിലേറ്റിക്കൊണ്ട് പോയാലും ആനയും പുലിയും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ പല്ലക്കിലേറ്റിക്കൊണ്ട് പോയാലും പല്ലക്കിട്ടേച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന അവന്മാർ ഓടി രക്ഷപ്പെടത്തില്ലേ, ഇവരെ പിടിച്ചു തിന്നെടുത്തില്ലേ. അപ്പോൾ ഇങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അന്നൊക്കെ കാട്ടിൽ ജീവിക്കുന്ന അന്നത്തെ, അതായത് ഈ എത്നിക് ഗ്രൂപ്പുകളാണ് ശരിക്കും മലയാളിയന്മാരെന്ന് പറയുന്നത്, ഗോത്ര വിഭാഗങ്ങളാണ്. അവരുടെ ആരാധനാമൂർത്തിയാണ്, അവരാണ് അവിടെ അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ പോയിട്ട് ഹൈജാക്ക് ചെയ്തു. ഇവർക്ക് അതിനകത്ത് റോളും ഇല്ല.
അത് കാരണം അത് സിമ്പിൾ ലോജിക്കാണ്. അല്ലാതെ അവർ ഇത്രയും കാട്ടിനകത്ത് പോയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനൊന്നും നിൽക്കത്തില്ല. ഇവിടെ സുഖജീവിതത്തിൽ കഴിയുന്നവരാ. അല്ല, ഇവർക്ക് അവിടെ പോയി കഷ്ടപ്പെടാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ ആന്ധ്രാപ്രദേശിൽ പോയിട്ട് ഈ താഴ്മൺ കുടുംബത്തെ ഇവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചേക്കുന്നത്. അതെ, ഞാൻ പറയുന്നത് കാനനപാതയല്ലേ, കാനനപാതയൊക്കെ ചവിട്ടി കല്ലും മുള്ളും ഒക്കെ ചവിട്ടി യുവമാർക്ക് മേളിൽ കയറാൻ വേണ്ടി പറ്റുമോ? അത് മാത്രമല്ലെന്നേ, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1902 വരെ അങ്ങനെ ആയിരുന്നു. ഈ പിന്നീട് 41 ദിവസത്തെ വ്രതം 18ാം പടിയൊക്കെ പിന്നീട് ബ്രാഹ്മണവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ബ്രാഹ്മണിക്കൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവമാണ്. ഞാൻ പറയുന്നത് ഇവിടുത്തെ നമ്പൂതിരിമാരെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയോ ഒന്നും അല്ല. ഇവിടുത്തെ നമ്പൂതിരിമാർ ഏറ്റവും പാവങ്ങളാണ്, ഏറ്റവും മര്യാദക്കാരാണ്, ഏറ്റവും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ് സത്യം ഇപ്പം. പിന്നെ അവർക്ക് അത്തരം അൺടച്ചബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏറ്റവും സ്വാസ്ഥികരായിട്ട് ജീവിക്കുന്നവർ. അവർ ഇന്നുവരെ രാഷ്ട്രീയത്തിൽ വിലപേശാനോ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കാനോ ബാക്കിയുള്ളതിനോ ഒന്നും നിന്നിട്ടില്ല. വൃത്തികേട് പറയാനും പോയിട്ടില്ല. പരമത വിദ്വേഷമോ ജാതീയതയോ പറയാൻ അവർ വരുന്നില്ല. യോഗക്ഷേമ സഭയൊക്കെ മാന്യമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അതേസമയം നൽകിയിരിക്കുന്ന സംഭാവനകളുടെ ബാക്കി പത്രമാണ് ഇന്നിവിടെ കാണുന്ന പല പള്ളികളും. വേണ്ടെന്നേ, EMS നമ്പൂതിരിപ്പാട് ആ സമുദായത്തിൽ നിന്ന് വന്നതല്ല. അങ്ങനെയുള്ള എത്രയോ പേരുണ്ട്, എത്ര പേരുണ്ട്. അപ്പം നവോത്ഥാനം തുടങ്ങി വെച്ചതും ഐക്യത്തിന് എതിരായിട്ടുള്ള പോരാട്ടം തുടങ്ങിയത് അവർക്കിടയിൽ നിന്നാണ്. പക്ഷേ ഈ താഴ്മൺ കുടുംബത്തിന് ഈ സാധനമുണ്ട്. താഴ്മൺ കുടുംബം ഇത് തട്ടിപ്പറിച്ചെടുത്തതാണ് അരയന്മാരെടുന്ന്. ഞാൻ പറയുന്നു, പ്രകൃതിയെ സ്നേഹിക്കുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധനാമൂർത്തിയെ അങ്ങേയറ്റം ഭക്തിയോടുകൂടി കാണുന്ന, അവിടുത്തെ മുതൽ കട്ടെടുക്കാൻ പോകാത്ത മലയരയ സമുദായത്തിലേക്ക് ദേവകാര്യങ്ങൾ ഏൽപ്പിക്കാനാണ് തയ്യാറാവേണ്ടത്. അല്ലെങ്കിൽ അത് സമ്പൂർണ്ണമായി ഇപ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ വരുന്നത് പോലെ തന്നെ PSC ടെസ്റ്റ് നടത്താനൊന്നും ഞാൻ പറയുന്നില്ല. താന്ത്രിക വിദ്യകളും കാര്യങ്ങളും ഒക്കെ അറിയുന്ന ആർക്കും ഇതാവാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നറുക്കെടുത്തിട്ടോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തിയിട്ടോ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളും സ്പിരിച്വൽ ആണെന്ന് ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്തിട്ട് അത്തരം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ആക്കട്ടെ. അല്ലെങ്കിൽ ഇവന്മാരെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റണം താഴ്മൺ കുടുംബത്തിൽ. കാരണം 1 അല്ല 2 അല്ല 3 അല്ല. ഈ ഇവന്മാരെ പേര് തന്നെ കണ്ടിട്ടുണ്ടോ? രാജീവര്, മോഹനര്, ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയുക, തമിഴിൽ മുടിക്ക് പറയുന്ന മയിര് എന്നാണ് പറയേണ്ടത് ഇവന്മാരെയൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ മുടിക്ക് പറയുന്ന പേരെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. കാരണം അങ്ങനെ കുറേ നോർമൽ പദമായി അങ്ങനല്ല, ഇങ്ങനെ കുറേ ആണുമ്മമാരെ എല്ലാം ആ ഋവിൻ്റെ കൂടെ ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഈ മോഹനയും വേണ്ട, ഈ രാജീവയും വേണ്ട, അതിന് പകരം മൈ എന്ന് മാത്രം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പൂർണ്ണമാവും എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. വേറൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം ഒരു കുടുംബത്തിൻ്റെ കയ്യിലേക്ക് ഒരു സ്ഥാപനത്തെ ഏൽപ്പിച്ചു കൊടുക്കുക, ഒരു ആരാധനാലയത്തെ, അതും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നൊരു സ്ഥലത്ത്. കേരളത്തിൻ്റെ മാത്രമല്ലല്ലോ, ദക്ഷിണേന്ത്യക്കാർ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെങ്ങനെയാണ്? ഇപ്പോൾ ആന്ധ്രാക്കാരും കർണാടകക്കാരും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മാല ഇട്ട് കഴിഞ്ഞാൽ 41 ദിവസത്തെ വ്രതം കൃത്യമാണ്. നമ്മളിവിടെ ആണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടും കറുത്ത കൊണ്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പോകും. കെട്ടുതറ പോലും അമ്പലത്തിൽ പോയിട്ട് കാണത്തില്ല. ഈ പ്രാവശ്യം ആകെ മര്യാദയ്ക്ക് ആത്മാർത്ഥമായിട്ട് പോയത് എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. അവൻ ചെയ്ത പാവങ്ങളൊന്നും അവിടെ പോയിട്ട് തീർക്കാവുന്നതല്ല. അപ്പോൾ എന്തായിരുന്നാലും പറയാനുള്ളത്, ഇതിനകത്ത് ഈ ഒരു സിസ്റ്റത്തിനകത്ത് മാറ്റം വരണം. ഈ താഴ്മൺ കുടുംബത്തെ, ഈ കണ്ടൊരു കുടുംബത്തെ ശബരിമലയിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കുക തന്നെയാണ് വേണ്ടത്. അത് പിണ്ടം വെക്കുന്ന കാലത്ത് അതിനകത്ത് അതിൻ്റെ യഥാർത്ഥ നേരവകാശികളായിട്ടുള്ള, അങ്ങനെ പാരമ്പര്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മലയരയ സമൂഹത്തെ അത് ഏൽപ്പിച്ചു കൊടുത്താൽ അവരുടെ ആരാധനാമൂർത്തികളെ എപ്പോഴും അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ്. നമുക്കറിയാം, കാട്ടിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ഇവർ ആദിവാസികളുടെ ഇടയിലൊക്കെ ചിലപ്പോൾ അവരെ കുഞ്ഞു കല്ലായിരിക്കും. അവിടെ എന്നും അവരുടെ ഒരു കാട്ടുപൂവെങ്കിലും കാണും. അങ്ങനെ പൂജിക്കുന്ന രീതിയുണ്ട്. അങ്ങനെയുള്ളവരെ ആത്മാർത്ഥമായി അയ്യനോട് സ്നേഹമുള്ള, അയ്യനെ ആരാധിക്കുന്ന, അയ്യനെ ജീവനായി കാണുന്ന ആളുകളെ തന്നെയാണ് ഏൽപ്പിക്കേണ്ടത്. അല്ലാതെ ഇമാതിരി കച്ചവടം നടത്തുന്ന ഈ കൊള്ള സംഘം, ഈ കുറുവ കുടുംബത്തെ താഴ്മൺ കുടുംബത്തെ ശബരിമലയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുക തന്നെയാണ് വേണ്ടതെന്ന് ഞാൻ വീണ്ടും പറയുക.